അവസാനവട്ട ഫലവും പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന് മുമ്പിൽ. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിലില്ലാതിരുന്ന കോൺഗ്രസ് നേതാവ് രാഹുലിന് മുൻപിൽ കൈകൊട്ടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ പടിയിറക്കത്തിന്റെ സൂചനകൾ നൽകിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാം വളരെ ശാന്തമായിരുന്നു, ഭംഗിയായി ചെയ്തു തീർത്തു. തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേകം നന്ദി പറയാനും മോദി മറന്നില്ല. എന്നാൽ രാഹുലും പ്രിയങ്കയും രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ തോൽവി മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് അവർ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പോലും സജീവ സാന്നിധ്യമായി മാറാതിരുന്നത്. പലപ്പോഴും പ്രിയങ്ക ഗാന്ധി ഇന്നുള്ളതുപോലെ വയനാടിന്റെ ചുമതലകളിലായിരുന്നു. മഹാരാഷ്ട്രയും ഹരിയാനയും തോൽവി ഏറ്റുവാങ്ങിയതോടെ ഇനി ആകെയുള്ളത് ഡൽഹിയാണ് എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് എങ്കിൽ പിന്നീട് അത് അങ്ങോട്ട് മാറി മറിഞ്ഞു. കോൺഗ്രസിന് പിന്നെയും കാലിടറി. ഇവിടെ EVM-ൽ ചതി പറ്റി എന്ന് ഒരിക്കൽ പോലും കോൺഗ്രസ് പറയുന്നില്ല. അതേസമയം ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെ 20 മണ്ഡലങ്ങളുടെ കണക്കടക്കം ചൂണ്ടിക്കാണിച്ച് രേഖാമൂലമാണ് ജയറാം രമേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിലേക്ക് എത്തിയത്. എന്നാൽ അവിടം കൊണ്ടും തീർന്നില്ല. പിന്നീട് അങ്ങോട്ട് രാഹുൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വിടാതെ പിന്തുടരുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. രാഹുൽ പറയുന്നത് തെറ്റാണ് എന്നല്ല പറയുന്നത്. പകരം ഒരു കെട്ടിടത്തിന്റെ അഡ്രസ്സിൽ മാത്രം 7000 വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർന്നത് മുതൽ ഇങ്ങോട്ട് 70 ലക്ഷം വോട്ടിന്റെ അട്ടിമറി വരെ നടന്നു എന്നാണ് മോദിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച നേതാവായിരുന്നു രാഹുൽ. അതൊക്കെ പോരാഞ്ഞിട്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം ഡൽഹിയിൽ വരാനിരിക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് ഇന്നലെ സുപ്രിയ സുലെയും കൂട്ടി പത്രസമ്മേളനം വിളിച്ച് രാഹുൽ പിന്നെയും ആവർത്തിച്ചു പറഞ്ഞു 39 ലക്ഷത്തിന്റെ അട്ടിമറി നടന്നു കഴിഞ്ഞ 6 മാസം കൊണ്ട് എന്നൊക്കെ. ഏകദേശം ഹിമാചൽ പ്രദേശിന്റെ ജനസംഖ്യക്ക് തുല്യമായ തരത്തിലുള്ള അട്ടിമറി എന്നൊക്കെയാണ് രാഹുൽ പറയുന്നത്. എന്നാൽ ഇതൊക്കെ അവിടെ ഉള്ളത് തന്നെയാണ്, വാസ്തവം തന്നെയാണ്. പക്ഷേ ഡൽഹിയിലേക്ക് വരുമ്പോൾ ഇതൊന്നും കേൾക്കാനില്ല. അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടും കൽപ്പിച്ച് തന്നെ രാഹുലിന്റെ മുമ്പിൽ എത്തും. എന്തേ ഒന്നും പറയാനില്ലേ എന്ന മട്ടിൽ കിട്ടിയ അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ മുതലെടുക്കും.